ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ചാപ്റ്റർ, ദി മെട്രിസസ്. അപ്പോൾ മെട്രിക്സ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്കറിയാം, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിലെ ഒരു പവർഫുൾ ടൂളാണ് മെട്രിക്സ്. നമുക്കറിയാം, നമ്മൾ ക്ലാസ് 10th 11th സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ ചാപ്റ്ററിൻ്റെ തന്നെ അവസാന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിനു പുറമെ നമ്മൾ യൂസ് ചെയ്യുന്ന PC പേഴ്സണൽ കമ്പ്യൂട്ടറിന് ഇതിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമേഴ്സ് ഈ മെട്രിക്സിൻ്റെ ഓപ്പറേഷനും അതുപോലെ തന്നെ നൊട്ടേഷൻസ് എല്ലാം ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ബിസിനസ് സ്റ്റഡീസ് അതുപോലെ തന്നെ സയൻസിലെല്ലാം മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ ധാരാളമാണ്. ബിസിനസ് സ്റ്റഡീസിൽ ബഡ്ജറ്റിങ്, കോസ്റ്റ് ഇവാലുവേഷൻ, സെയിൽസ് പ്രൊജക്ഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ മെട്രിക്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ വൈഡാണ്. അതുകൊണ്ട് തന്നെ മെട്രിക്സ് ഒരു മാത്സിലെ ഒരു പവർഫുൾ ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് മെട്രിക്സ് എന്ന് നോക്കാം. എന്താണ് ഒരു മെട്രിക്സ്? വാട്ട് യു മീൻ ബൈ എ മെട്രിക്സ്? അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. സപ്പോസ് ദർ ആർ 3 സ്റ്റുഡൻസ്, A, B, C എന്ന് പറയുന്ന 3 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. നൗ എയുടെ കയ്യിൽ 15 നോട്ട്ബുക്സും 6 പെൻസും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് A ഹാസ് 15 നോട്ട്ബുക്സ് and 6 pens. Then B has 8 notebook and 2 pens. Then C has 10 notebook and 4 pens. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു ടേബുലർ ഫോമിൽ അറേഞ്ച് ചെയ്യാൻ നോക്കാം. അതായത് 3 പേഴ്സൺസ് ആണുള്ളത്. ഹിയർ A, B, C ഇങ്ങനെ 3 സ്റ്റുഡൻസ്. ഇവരുടെ കയ്യിൽ 2 തിങ്സ് ആണ്, 2 സ്റ്റഡി മെറ്റീരിയൽസ് ആണുള്ളത്, നോട്ട്ബുക്കും പെൻസും. സോ ഹിയർ A നോട്ട്ബുക്ക്, A then pens. Now A has 15 notebooks and 6 pens. Then B has 8 notebook, 2 pens. C has 10 notebook and 4 pens. അപ്പോൾ ഈ ഇൻഫർമേഷനെ നമ്മളൊന്ന്, ഈ തന്നിരിക്കുന്ന ഈ ഇൻഫർമേഷൻ നമ്മളിവിടെ ടാബുലാർ ഫോമിൽ എഴുതിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ഇൻഫർമേഷൻ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് എഴുതാം. സോ ഹിയർ ഇറ്റ് ഈസ് 15, 6, 8, 2 and 10, 4. 10, 4. Here, this is the first arrangement. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ ഈ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി ഇതേ ഇൻഫർമേഷനെ വേറൊരു രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഇതിൻ്റെ ഈ സ്ട്രക്ചർ ഒന്ന് മാറ്റുന്നു. അതായത് ഫസ്റ്റ് 3 പേഴ്സൺസ് ആണുള്ളത്, A, B, C എന്ന് പറയുന്ന 3 പേഴ്സൺസ്, 3 സ്റ്റുഡൻസ്. ഇനിയോ 2 തിങ്സ് ആണ്, നോട്ട്ബുക്ക് ആൻഡ് പെൻ. Now A has how many notebooks? 15 notebooks. How many pens? 6 pens. Then B has 8 notebooks and 2 pens. C has 10 notebooks and 4 pens. ഈ ഇൻഫർമേഷനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ് us write it as 15, 6, 8, 2, 10, 4.
ഇവിടെ ഈ രണ്ട് എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ എക്സ്പ്രഷൻസിൽ, ആദ്യത്തെ അറേഞ്ച്മെൻറ്റിൽ സി ഹിയർ ഫസ്റ്റ് കോളം, ഇവിടെ ഈ 15, 6 ഈ ഹൊറിസൺ ഇതിനെ നമ്മൾ റോ എന്നാണ് പറയുന്നത്. അതേപോലെ ഈ 15, 8, 10 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് വെർട്ടിക്കലായിട്ടുള്ള നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കോളം എന്ന് പറയുന്നു, കോളം. സോ ഹിയർ ഇവിടെ ഈ 15, 6 എന്ന് പറയുന്നത് റോ 1 അല്ലെങ്കിൽ ഫസ്റ്റ് റോ, 8, 2 എന്ന് പറയുന്നത് സെക്കൻഡ് റോ, അതേപോലെ 10, 4 തേർഡ് റോ, അതേപോലെ 15, 8, 10 എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് കോളം, ദെൻ 6, 2, 4 എന്ന് പറയുന്നത് സെക്കൻഡ് കോളം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻസ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഫസ്റ്റ് എക്സ്പ്രഷനിൽ, ഫസ്റ്റ് അറേഞ്ച്മെൻറ്റിൽ 15, 8, 10 എന്ന് പറയുന്ന ഫസ്റ്റ് കോളം, ഈ ഫസ്റ്റ് കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് നോട്ട് ബുക്സ് അല്ലേ, നമ്പർ ഓഫ് നോട്ട് ബുക്സും. സെക്കൻഡ് കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് പെൻസും. ആൻഡ് ഹിയർ ഇൻ ദി ഫസ്റ്റ് expression, the first column represents the number of notebooks possessed by these 3 students. A, B, C എന്ന് പറയുന്ന ഈ 3 സ്റ്റുഡൻസിൻ്റെ കൈവശമുള്ള എണ്ണാണ് ഫസ്റ്റ് കോളം എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ 3 സ്റ്റുഡൻസിൻ്റെ കൈവശമുള്ള പെൻസിൻ്റെ എണ്ണം. എന്നാൽ ഇതേ സംഭവങ്ങൾ തന്നെ മറ്റൊരു രൂപത്തിൽ നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പ്രഷനിൽ ഇവിടെ ആദ്യത്തെ റോ, അതായത് 15, 8, 10 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് റോയിലെ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ദി നമ്പർ ഓഫ് നോട്ട് ബുക്സ് പൊസസ്ഡ് ബൈ ദീസ് 3 സ്റ്റുഡൻസ് അല്ലേ. എ, ബി, സി എന്ന് പറയുന്ന ഈ 3 സ്റ്റുഡൻസിൻ്റെ കൈവശമുള്ള നോട്ട് ബുക്കുകളുടെ എണ്ണത്തെയാണ്. അതേപോലെ സെക്കൻഡ് റോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ 3 സ്റ്റുഡൻസിൻ്റെ കൈവശമുള്ള പെൻസിൻ്റെ എണ്ണം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ രണ്ട് രൂപത്തിൽ ഇങ്ങനെ എന്താ പറയുക, വരി നമ്പേഴ്സിനെ, ആ ഇൻഫർമേഷനിൽ അടങ്ങിയിരിക്കുന്ന നമ്പേഴ്സിനെ വരിയും നിരയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിന്, ഇത്തരത്തിലുള്ള ദിസ് കൈൻഡ് ഓഫ് അല്ലേ, ഈ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സിന് അല്ലെങ്കിൽ ഇൻഫർമേഷനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ തരത്തിൽ നമ്മൾ ഇൻഫർമേഷനെ അറേഞ്ച് ചെയ്യുന്നതിന്, അതായത് വരിയും നിരയായിട്ട് നമ്പേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്പേഴ്സ് ആകണമെന്ന് നിർബന്ധമില്ല, ഫങ്ഷൻസോ എന്തായാലും ഇൻഫർമേഷൻ നമ്മൾ വരിയും നിരയുമായിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൽ നിന്നും ഒരു മെട്രിക്സിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. എന്താണ്? എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലാർ array of numbers or functions. Okay, a matrix is an ordered rectangular array of numbers or function. This is what a matrix. Okay, now let's write some examples for matrix. See, 2, 5, 6, 4, 3, 2. ഹിയർ ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇതൊരു മെട്രിക്സ് ആണ്, കാരണം നമ്മൾ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. എന്താണ് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ? എ മെട്രിക്സ് ഈസ് എൻ ഓർഡേർഡ് റെക്ടാങ്കുലാർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അപ്പോൾ ആ ഡെഫിനിഷൻ വെച്ച് ഈ 3 മെട്രിക്സിന് ഉദാഹരണങ്ങളാണ്. സോ ഹിയർ 2, 5, 6, 4, 3, 2. ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൽ 2, 5, 6, 4, 3, 2. ഈ 2, 5 അല്ലെങ്കിൽ 6, 4, 3, 2 ഇതെല്ലാം എന്താണ്? മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് എന്നാണ് അറിയുന്നത്. ഈ നമ്പേഴ്സിന് അല്ലെങ്കിൽ ഈ മെട്രിക്സിലെ ഫങ്ഷൻസിന് അല്ലേ, നമ്പേഴ്സിനെ നമ്മൾ മെട്രിക്സ് എലമെൻറ്റ്സ് ഓർ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ് എന്നറിയുന്നത്. ഇവിടെ 2 + i, 6 - i,
3, etc. These are the elements of this matrix. Now this is another matrix. Here 1 plus x square, x 3, etc. 6. ഇതെല്ലാം നമ്മൾ എന്താണ് ഈ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് എന്ന പേരിലാണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us consider the first example. Here ഈ 2, 5, അതായത് ഇവിടെ ഈ എലമെൻറ്റ്സ് ഹൊറിസോണ്ടൽ ലൈനിൽ എഴുതിയിരിക്കുന്ന എലമെൻറ്റ്സിന് C25 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആണ്. ഈ ഹൊറിസോണ്ടൽ ലൈൻസിൽ എഴുതിയിരിക്കുന്ന എലമെൻറ്റ്സിന് നമ്മൾ റോ എന്ന് പറയും. അതുപോലെ 6, 4 അനദർ റോ, 3, 2 അനദർ റോ. സോ ഹിയർ 2 plus I, 6 minus I, 3, 1 റോ. അപ്പോൾ ഇവിടെ 2, 5 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ, 6, 4 സെക്കൻഡ് റോ, 3, 2 തേർഡ് റോ അല്ലേ. സോ ഹിയർ നമ്മൾ എലമെൻസിനെ ഹൊറിസോണ്ടൽ ലൈൻസിൽ എഴുതിയിരിക്കുന്ന എലമെൻസിനെ നമ്മൾ റോ എന്ന് പറയുന്നു. ഇനി വെർട്ടിക്കലായിട്ട് നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 2, 6, 3. ഇവിടെ നമ്പേഴ്സിന് ഇങ്ങനെ വെർട്ടിക്കൽ ലൈനിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പേഴ്സിനെ 2, 6, 3 അതിനെ കോളം എന്ന് പറയുന്നു. കോളം, യെസ്, കോളം എന്ന പേരിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ C 2, 6, 3 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം. Then 5, 4, 2 second column. Here 2 plus I, 5, 3 first column of this second matrix. Okay. Here 6 minus I, 8 എന്ന് പറയുന്നത് second column. 3, 4, 7 third column. Here 1 plus x square 2 first column. Okay. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് മെട്രിക്സിൽ how many rows are there? ഇവിടെ എത്ര റോസ് ആണ് കാണുന്നത്? 1, 2, 3 3 റോസ് അല്ലേ. ഫസ്റ്റ് ഈ മെട്രിക്സിൽ 3 റോസ്. ഇനി ഹൗ മെനി കോളംസ് ആർ ദർ? 2 നോക്കിയ 1, 2. ഹൗ മെനി കോളംസ്? എത്ര കോളംസ് ഉണ്ട്? 2 കോളംസ്. നൗ ഹിയർ ഈ മെട്രിക്സിൽ ഹൗ മെനി റോസ്? 1, 2, 3 3 റോസ്. ദെൻ ഹൗ മെനി കോളംസ്? 1, 2, 3 3 കോളംസ്. നൗ ഹിയർ 1, 2 2 റോസ്. ദെൻ 3 കോളംസ്. ഇനി നമുക്ക് ഫസ്റ്റ് മെട്രിക്സ് തന്നെ എടുക്കാം. ആ ഫസ്റ്റ് മെട്രിക്സിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 എലമെൻറ്റ്സ് ആണ്. അതേപോലെ സെക്കൻഡ് മെട്രിക്സിൽ ഹൗ മെനി എലമെൻറ്റ്സ് ആർ ദർ? ടോട്ടൽ 9 എലമെൻറ്റ്സ് ആർ ദർ. തേർഡ് ടോട്ടൽ ഹൗ മെനി എലമെൻറ്റ്സ്? 6 എലമെൻറ്റ്സ് ആർ ദർ. അപ്പോൾ ഈ നമ്പർ ഓഫ് എലമെൻറ്റ്സും അതേപോലെ ഈ മെട്രിക്സിൻ്റെ കോളംസിൻ്റെയും അതേപോലെ റോസിൻ്റെയും എണ്ണവും തമ്മിൽ എന്തെങ്കിലും സാമ്യത നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സി, ഇവിടെ ഫസ്റ്റ് മെട്രിക്സിൽ ദർ ആർ ടോട്ടൽ 6 എലമെൻറ്റ്സ് അല്ലേ. അതിവിടെ 3 റോസും 2 കോളംസും ആണ്. അപ്പോൾ ഇവിടെ ഈ നമ്പർ ഓഫ് റോസിൻ്റെയും നമ്പർ ഓഫ് കോളംസിൻ്റെയും പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ 3 into 2 is equal to what? 6. ഇത് തന്നെയാണ് അല്ലേ. How many total elements are there? 6 elements. Second one, yes, here 9 elements are there. Then 3 rows and 3 columns are there. So their product is again 9. Here, how many rows are there? 2 rows. How many columns are there? 3 columns. What is their product? 6. This is equal to 6. And what is here the total number of elements? 6. അപ്പോൾ ഒരു മെട്രിക്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ നമ്പർ ഓഫ് റോസിൻ്റെയും നമ്പർ ഓഫ് കോളംസിൻ്റെയും പ്രോഡക്റ്റ് കണ്ടാൽ മതി. ഓക്കെ, സോ ടു ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ മെട്രിക്സ് വി ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ. സോ now let's see the order of this matrix. Here we have seen that this matrix has 3 rows and 2 columns. So to define the order of the matrix, we find the number of rows and the number of columns of this matrix. So we write it as there are 3 rows and 2 columns. So we say the order of this matrix as 3 by 2. This is read as 3 by 2, or let us say this is a 3 by 2 matrix.
ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ആണ്. നമ്മൾ പറയുന്നത് അതിൻ്റെ റോസും നമ്പർ ഓഫ് റോസും, രണ്ടാമത് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് കോളംസും ആണ്. ഈ ഓർഡറിനെ നമ്മൾ വായിക്കുന്നത് 3/2, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഈ ഒരു മെട്രിക്സ് നമ്മൾ ഒരു 3/2 മെട്രിക്സ് എന്ന് പറയുന്നു. സോ ഇൻ ജനറൽ ലെറ്റ് us define the order of a matrix as a matrix having m rows and n columns is called an m by n matrix. Okay, a matrix having m rows and n columns is called an m by n matrix. Okay, now let us see the rectangular array of an m by n matrix. So an m by n matrix, we know there are m rows and n columns. So let us see the rectangular array of this m by n matrix. So we write it as A11, A12, A13, etc., A1j, etc., A1, A21, A22, A23, etc., A2j, etc., A2n, etc. AI1, AI2, AI3, etc., Aij, etc., Ain, etc. AM1, AM2, AM3, etc., AMJ, etc., AMN. This is the rectangular array of an m by n matrix. See, there are m rows and n columns. So we write it as, this is written as an m by n matrix. Here, see, A11 indicates what? The element in the first row and first column. A12 means the element in the first row, second column. A13 indicates, this 1 indicates the first row and this 3 indicates the third column. Okay, etc. A1j, that is the element in the first row and jth column. Then etc. A1n. അല്ലെങ്കിൽ ഇതിനെ ഈ റെക്റ്റാങ്കുലർ അറേ നമുക്ക് വേറൊരു രൂപത്തിലും ഡിനോട്ട് ചെയ്യാം. ഓർ ട്രിക്സ് Aij m by n, where 1 less than or equal to I less than or equal to m and 1 less than or equal to j less than or equal to n, comma I and j element of the number system, natural numbers. ഈ റെക്റ്റാങ്കുലർ അറേ നമ്മൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ I varies from 1 to m. Okay, I indicates the row. So row varies from 1, 2, 3, etc. up to m rows. Then j varies from 1 to n. J indicates the column. So column here 1, 2, 3, etc. How many? n columns. അപ്പോൾ ഒരു m by n മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന റെക്റ്റാങ്കുലർ അറേ ആണിത്. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് ഇതുപോലെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ ദി എലമെൻറ്റ്സ് ഇൻ ദി ith row, that is this. Here this is the element in the ith row. AI1, AI2, AI3, etc., AIN. Then what are the elements in jth column? This is the elements in jth column, that is A1j, A2j, A3j, etc., Aij,
and AMJ. So here this AIJ എന്താണ് the element in the ith row and jth column, or ഇതിനെ നമുക്ക് the ijth element of this matrix എന്ന് പറയാം. If it is the matrix A ആണെങ്കിൽ ഇതിനെ നമ്മൾ the ijth element of the matrix A. So one more thing you have to recall that നമ്മൾ ഈ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മെട്രിക്സിന് ഓരോ പേര് A B C എക്സെട്ര അല്ലെങ്കിൽ XYZ ഇതുപോലുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. Now can you tell me how many elements are there? Total how many elements are there in this m by n matrix A? ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട് ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൽ? സി ഹിയർ നമ്മൾ കണ്ടു ഇവിടെ എങ്ങനെയാണ് നമ്മൾ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് എലമെന്റ്സ് കാണുന്നത്? വി മൾട്ടിപ്ലൈ ദ നമ്പർ ഓഫ് റോസ് ബൈ ദി നമ്പർ ഓഫ് കോളംസ്. ഇഫ് ഹിയർ see there are 3 rows and 2 columns, so the total number of the elements in this matrix is 3 into 2 6. So here ഇവിടെ നോക്കാം, how many rows are there? M rows. How many columns are there? N columns. So what is the total number of elements in this matrix A? M into n, that is mn. Okay, so in general in an m by n matrix there are mn elements. ഓക്കെ, അതുപോലെ ഒരു XY പ്ലെയിനിലുള്ള പോയിൻറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ബൈ യൂസിങ് എൻ ഓർഡേഡ് പെയർ. ഫോർ എക്സാമ്പിൾ P എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഒരു പ്ലെയിനിലുള്ള ഒരു പോയിൻ്റ്. ഓക്കെ, ഇതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഓർഡേഡ് പെയർ XY ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ പോയിൻറ്റ്സിനെ, അതായത് ഒരു പ്ലെയിനിലുള്ള ഒരു പോയിൻറ്റിനെ നമുക്ക് ഒരു റോ അല്ലെങ്കിൽ കോളം മെട്രിക്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു പോയിൻറ്റിന്, പ്ലെയിനിലുള്ള പോയിൻ്റ് നമുക്ക് XY എന്ന മെട്രിക്സ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ XY എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ XY പ്ലെയിനിലുള്ള ഈ ഒരു പോയിൻ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന മെട്രിക്സ് ആണ് XY, ഓർ അല്ലെങ്കിൽ നമുക്ക് XY എന്ന റോ മെട്രിക്സ് ഉപയോഗിച്ചിട്ടും ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പ്ലെയിനിലുള്ള പോയിൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുവാനും മെട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. Now let us consider one example. Consider the following information regarding the number of men and women workers in 3 factories 1, 2, 3. Now men workers in the first factory, the men workers 30, women workers 25. Second factory, men workers 25, women workers 31. In the third factory, men workers 27 and women 26. Now represent the above information in the form of a 3/2 matrix. What does the entry in the third row and second column represent? This is the question. ഇവിടെ 3 ഫാക്ടറികളിലെ മെൻ വർക്കേഴ്സിൻ്റെയും വിമൻ വർക്കേഴ്സിൻ്റെയും നമ്പേഴ്സ് എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ഈ ഡാറ്റയെ അല്ലെങ്കിൽ ഈ നമ്പർ ഓഫ് വർക്കേഴ്സിനെ നമ്മളോട് ഒരു 3/2 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എ 3/2 മെട്രിക്സ്. ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദർ. അതിൽ തേർഡ് റോയിലെ സെക്കൻഡ് കോളം ഡാറ്റ അല്ലെങ്കിൽ എലമെൻറ്റ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, so first let us represent this information as a 3/2 matrix. So let us denote that matrix as A. A is equal to, here the numbers are 30. First we write the number of men workers. So in the first factory there are 30 men workers. Then in the second factory, how many? 25 men workers. Then in the third, 27. Then women, let us 25. Then 31.
then 26. So this is the 3 by 2 matrix. Let us check how many rows are there. 1, 2, 3. Okay, so 3 rows are there. Now how many columns? 1, 2. So the order of this matrix is what? 3 by 2. So that is the answer of the first part of the question, right? That is, it's a 3 by 2 matrix. രണ്ടാമത്തെ നമ്മൾ ചോദിച്ചത് എന്താണ്? What does the entry in the third row and second column represent? So we have to identify that entry first. നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന എൻട്രിയെ നമുക്ക് ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് തേർഡ് റോ എന്ന് പറയുമ്പോൾ ദിസ് റോ, സെക്കൻഡ് കോളം. സോ ജസ്റ്റ് നമുക്കൊന്ന് തേർഡ് റോ, ദെൻ സെക്കൻഡ് കോളം, ദിസ് എൻട്രി. ഓക്കെ, ഇതിൻ്റെ തേർഡ് റോയും സെക്കൻഡ് കോളവും മീറ്റ് ചെയ്യുന്ന ആ എൻട്രി, അതാണ് 26. സോ വാട്ട് ഡസ് ദിസ് 26 റെപ്രസെൻറ്റ്? യെസ്, 26 ഈസ് ദി നമ്പർ ഓഫ് ഹ്യൂമൻ വർക്കേഴ്സ് ഇൻ ദി third factory. See here, this represent the 1 and 2, 3. First factory number of men workers, number of human workers. Second factory number of men workers, human workers. Then this data represent, or this entry represents the number of human workers in the third factory. Okay, so which represent in the third factory. Okay, so this is the answer. It's very simple question. Now let us check another question. Okay, so this is the second question. That is, if a matrix has 8 elements, then what are the possible orders it can have? Okay, now here we are given that 8 elements are there in a matrix. Then we have to find out what are the possible orders of this matrix can have. We know that if a matrix of order m by n, അതായത് m by n ഓർഡറിൽ ഒരു മെട്രിക്സ്, how many elements will be there? Yes, total mn elements will be there. So here we are given that total elements 8. So ഈ മെട്രിക്സിന് പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്തെല്ലാം, that we have to find out. So to find the order of that matrix, we find all the possible ordered pair of natural numbers which give the product 8. So what are the possible natural numbers or ordered pair of natural numbers which gives the product 8? What about 1, 8, 1, 8? This 1 into 8 is equal to 8. So 1 by 8 is a possible order of this matrix. Then another one, what about 8, 1? That also its product is 8. Then 2, 4. Then 4, 2. So these are the possible orders of this matrix. Okay, ഇനി വേറെ ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഓർഡേഡ് പെയർ നമുക്ക് കാണാൻ പറ്റുമോ? ഇറ്റ്സ് പ്രോഡക്റ്റ് ഇസ് 8? നോട്ട് പോസിബിൾ. സോ ദീസ് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ്. ഓക്കെ, നൗ ലെറ്റ് us do another question.
that is, construct a 3 by 2 matrix whose elements are given by aij is equal to 1 by 2 into modulus of I minus 3j. This is the question. Okay. So we have to construct a 3 by 2 matrix whose elements are given by aij is equal to 1 by 2 into modulus of I minus 3j. So to construct this, we know the general form of a 3 by 2 matrix. 3 by 2 means in that matrix there are 3 rows and 2 columns. So let us write the general form of a 3 by 2 matrix. Answer. So the general form of a 3 by 2 matrix is, yes, we know A11, A12. Then here there are 3 rows and only 2 columns. A21, A22, A31, A32. Okay, this is the general form of a 3 by 2 matrix. Now here we have to find out the value of or the elements of. Now here we have to find out the values of each A11, A12, etc. A32. Now we are given that. Now Aij is equal to 1 by 2 into modulus of I minus 3j. Now here I varies from 1 to, yes, or I can take the values. I indicates the rows, so I can take the values 1, 2, 3. So I is equal to, where I is equal to 1, 2, 3, and j is equal to, now how many columns? 1, 2. So j is equal to 1, 2. Therefore, first A11 is equal to A11. So in this Aij, we put I is equal to 1 and j is equal to 1. Okay, putting I is equal to 1 and j is equal to 1, we get A11. So A11 is 1 by 2 into modulus of 1 minus 3 into 1 is 3. Now this is equal to 1 by 2 into 1 minus 3 is equal to minus 2, its modulus is 2. So 1 by 2 into 2 is equal to 1. Now A12. Now A12 is equal to, again, 1 by 2 into I is equal to 1, then j is equal to 2. So 3 into 2 is 6. This is equal to 1 by 2 into 1 minus 6 minus 5, its modulus is 5. So 5 by 2. Now next A21. Again 1 by 2 into, here I is equal to 2. So 2 minus j is equal to 1. So 3 into 1 is 3. This is equal to 1 by 2 into 2 minus 3 minus 1. So its modulus is 1. So 1 by 2. Then A22. What is A22? 1 by 2 into, here I is equal to 2. Then j is also 2. So 3 into 2 is 6. This is equal to 1 by 2 into minus 4. Its modulus is 4. So 1 by 2 into 4 is equal to 2. Now next A31, which is equal to 1 by 2 into, here I 3 minus j 1. So 3.
So 3 minus 3 is 0. So 1 by 2 into 0 is again 0. Then last A32 is equal to 1 by 2 into, then here I is equal to 3. So 3 minus then 6, which is equal to 1 by 2 into 3 minus 6 is minus 3. Then its modulus 3. So 3 by 2. Okay, hence the required matrix. Now see, we got A1, the values of A11 is equal to 1, A12 is equal to 5 by 2, etc. So let us write the required matrix. Hence the required matrix is A is equal to 1, then A12 5 by 2, then A21 1 by 2, then 2, now A31 0, and A32 is 3 by 2. Okay, this is the required matrix. So first we write, see, in order to write the required matrix, നമുക്ക് തന്നത് എന്താണ്? ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ജനറൽ ഫോം എഴുതുന്നു. നമുക്കറിയാം എം ബൈ എൻ ഓർഡറുള്ള മെട്രിക്സ് ആണെങ്കിൽ അതിന് എം റോസും എൻ കോളംസ് ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ 3/2 മെട്രിക്സിന് 3 റോസും 2 കോളംസ് ഉള്ള ഒരു ജനറൽ മെട്രിക്സ് നമ്മൾ അതിൻ്റെ എൻട്രീസ് അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് A11 A12 ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്നത്. Aij is equal to 1/2 into modulus of I minus 3j. ഈ പിന്നെ മെട്രിക്സിൽ നമ്മൾ ഐക്കും ജെക്കും ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഓരോ എലമെൻറ്റ്സിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് നമ്മളൊരു മെട്രിക്സ് ആയിട്ട് എഴുതുന്നു. അപ്പോൾ നമുക്ക് ആ ആവശ്യപ്പെട്ട മെട്രിക്സ് കിട്ടും. ദിസ് ഇസ് ദ റിക്വയർഡ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്യാം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്? വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഒന്നാമതായിട്ട് നമ്മൾ വാട്ട് ഈസ് എ മെട്രിക്സ്, ഒരു മെട്രിക്സ് എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എ മെട്രിക്സ് ഈസ് എൻ ഓർഡേർഡ് റെക്ടാങ്കുലാർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ഓക്കെ, എ മെട്രിക്സ് ഈസ് എൻ ordered rectangular array of numbers or functions. ഇനി ഇവിടെ ഈ മെട്രിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നമ്പേഴ്സിന് അല്ലെങ്കിൽ ഫങ്ഷൻസിന് അതിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻസിൽ ഉള്ള എലമെൻറ്റ്സിന് നമ്മൾ അതിൻ്റെ റോസ് ഓഫ് ദ മെട്രിക്സ് എന്നും, അതുപോലെ വെർട്ടിക്കൽ ലൈൻസ് ഓഫ് എലമെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി കോളംസ് ഓഫ് ദി മെട്രിക്സ് അല്ലേ. അതായത് വെർട്ടിക്കൽ ലൈൻസിലുള്ള എലമെൻറ്റ്സിന് നമ്മൾ ആ മെട്രിക്സിൻ്റെ കോളം എന്നും പറയുന്നു. ഓക്കെ, നൗ ദെൻ വി ഡിസ്കസ്ഡ് ദ ഓർഡർ ഓഫ് എ മെട്രിക്സ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ മെട്രിക്സ്? യെസ്, ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. അതായത് എ മെട്രിക്സ് ഹാവിംഗ് m rows and n columns is called an m by n matrix. Okay, we write it as m by n. ഓക്കെ, ഇത് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ m by n എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ മെട്രിക്സിൽ m റോസും n കോളംസും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു m by n മെട്രിക്സിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? യെസ്, ദർ ആർ mn elements. Okay, that is to find the total number of elements of a matrix, we find the product of their rows and columns. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിനനുബന്ധിച്ചുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സ് ഡിസ്കസ് ചെയ്യും ഇതിൻ്റെ പാർട്ട് 2. So you must have to watch part 2 also. Okay, thank you.